ഹലോ ഗൈസ്, സൈഡ് ലൈൻ എഫ്സിയുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി 24-25 പ്രീമിയർ ലീഗ് സീസൺ ഓഗസ്റ്റ് പകുതിയോടുകൂടി ആരംഭിക്കും. കഴിഞ്ഞ കൊല്ലം പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന ലൂട്ടൺ ടൗൺ, ബേൺലി, ഷെഫീൽഡ് യുണൈറ്റഡ് ഈ 3 ടീമുകളും റെലഗേറ്റ് ചെയ്യപ്പെട്ട് ഇംഗ്ലണ്ടിന്റെ സെക്കൻഡ് ഡിവിഷനായ ചാമ്പ്യൻഷിപ്പിലേക്ക് പിന്തള്ളപ്പെട്ടു. പകരം ചാമ്പ്യൻഷിപ്പിൽ നിന്ന് 3 ടീമുകൾ ഇക്കുറി പ്രീമിയർ ലീഗിൽ മത്സരിക്കും. അതിൽ ആദ്യത്തെ 2 ടീമുകളെയും അത്യാവശ്യം പ്രീമിയർ ലീഗ് ഫാൻസിനൊക്കെ പരിചയം കാണും. ഒന്ന് ലെസ്റ്റർ സിറ്റിയും മറ്റൊന്ന് സൗത്താംപ്ടൺ എഫ്സിയും. എന്നാൽ മൂന്നാമത്തെ ടീമിന് അധികം ഫാൻസിനും പരിചയം കാണില്ല. കാരണം അവർ തിരിച്ചു വരുന്നത് നീണ്ട 22 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ്. ദ ട്രാക്ടർ ബോയ്സ് എന്നറിയപ്പെടുന്ന ഇപ്സ്വിച്ച് ടൗൺ എഫ്സിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗ്ലിയൻ ടെറിട്ടറിയിലെ സഫോക്ക് കൗണ്ടിയിൽ പെടുന്നതാണ് ഇപ്സ്വിച്ച് ടൗൺ. 1978 അന്നത്തെ ലോക്കൽ എം പി ആയ തോമസ് കുബോൾഡിൻ്റെ കീഴിലാണ് ആദ്യമായി ഇപ്സ്വിച്ച് AFC എന്ന പേരിൽ അമേച്ചർ ക്ലബ്ബായി രൂപീകരിക്കപ്പെടുന്നത്. 1938 ക്ലബിന് ഇംഗ്ലീഷ് ലീഗിൻ്റെ സദേൺ ഡിവിഷൻ, അതായത് 3rd ഡിവിഷൻ്റെ സദേൺ റീജിയനിൽ കളിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അതിനുശേഷം വന്ന 2ാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം 1955 ക്ലബിൻ്റെ നല്ല കാലം ആരംഭിക്കുന്നത്. 1955 ഇംഗ്ലീഷ് കോച്ചായ ആൽഫ് റാംസി ക്ലബിൻ്റെ ചുമതലയേൽക്കുന്നു. ആൽഫ് റാംസിയുടെ കീഴിൽ ക്ലബ് 3rd ഡിവിഷനിൽ നിന്ന് 1st ഡിവിഷൻ എത്തുകയും ഫസ്റ്റ് ഡിവിഷൻ, അതായത് 1961-62 ഇംഗ്ലീഷ് ലീഗിൻ്റെ 1st ഡിവിഷനിൽ അവരുടെ ഫസ്റ്റ് ട്രയലിൽ തന്നെ ചാമ്പ്യന്മാരാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം 1963 ആൽഫ് റാംസി ക്ലബ്ബ് വിട്ടു പോവുകയാണ്. പോകുന്നത് ഇംഗ്ലീഷ് നാഷണൽ ടീമിനെ കോച്ച് ചെയ്യാനും. അങ്ങനെയാണ് 1966 ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് വിന്നേഴ്സ് ആവുകയും ആൽഫ് റാംസി ഒരു വേൾഡ് കപ്പ് വിന്നിംഗ് കോച്ചാവുകയും ചെയ്യുന്നത്. അതിനുശേഷം 1969 വന്ന ബോബി റോബ്സന് കീഴിലാണ് ക്ലബിൻ്റെ മറ്റൊരു നല്ല കാലം. ബോബി റോബ്സന് കീഴിൽ 77-78 FA കപ്പ് ജേതാക്കളാവുകയാണ് ക്ലബ്. അതിനുശേഷം 80-81 സീസണിലെ UEFA കപ്പും. UEFA കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ യൂറോപ്പ ലീഗാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിന്നിംഗ് ടീമിൽ നിന്ന് ബോബി റോബ്സണും പടിയിറങ്ങുകയാണ്. അദ്ദേഹവും പോകുന്ന ആൽഫ് റാംസിയെ പോലെ ഇംഗ്ലീഷ് നാഷണൽ ടീമിനെ കോച്ച് ചെയ്യാൻ വേണ്ടി തന്നെ. ഇതിനുശേഷം 2000-ന്റെ ആരംഭം വരെ ക്ലബ് ഒട്ടുമിക്ക സമയം ചെലവിട്ടത് ചാമ്പ്യൻഷിപ്പിൽ തന്നെയായിരുന്നു. അതിനുശേഷം 2000 തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് ഒരു പ്രൊമോഷൻ. ആദ്യത്തെ സീസൺ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെങ്കിലും 2ാം സീസണിൽ റെലഗേറ്റ് ആവപ്പെടുകയാണ് പിന്നെയും ചാമ്പ്യൻഷിപ്പിലേക്ക്. പിന്നീട് 2019 വരെ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ തന്നെ തുടർന്നു. പല കോച്ചുകൾ മാറി വന്നു. 2019 കഥ നന്നാവുകയല്ല, കഥ പിന്നെയും മോശമാവുകയാണ് ചെയ്യുന്നത്. 60 വർഷങ്ങൾക്ക് ശേഷം ക്ലബ്ബ് പിന്നെയും 3rd ഡിവിഷനിലേക്ക്, അതായത് ലീഗ് 1ലേക്ക് പിന്തള്ളപ്പെടുന്നു. ഇപ്സ്വിച്ച് ഫാൻസിന് ആശ്വാസമായിക്കൊണ്ട് 2021 ഏപ്രിൽ ആ ന്യൂസിന് എത്തി. US ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പായ ഗെയിം ചേഞ്ചർ 20 ലിമിറ്റഡ് ക്ലബിൻ്റെ മെജോറിറ്റി ഷെയർസ് വാങ്ങുന്നു. 21-22 സീസണിലേക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷകൾ മാത്രം. സീസൺ തുടങ്ങുന്നു. പോൾ കുക്കിന് കീഴിൽ ടീമിൻ്റെ മോശം പ്രകടനം തുടർന്നുകൊണ്ടേയിരുന്നു. ഡിസംബർ ആകുമ്പോഴേക്കും പോൾ കുക്കിനെ ക്ലബ് സാക്ക് ചെയ്യുന്നു. 10 ദിവസത്തിന് ശേഷം ക്ലബ് പുതിയ കോച്ചിനെ അനൗൺസ് ചെയ്യുന്നു. പുതിയ കോച്ചിൻ്റെ പേര് കീറൻ മക്കീന. തൻ്റെ 22ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വരുന്നു ഒരു സീവിയർ ഹിപ്പ് ഇഞ്ചുറി കാരണം. ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ താരമായിരുന്ന അദ്ദേഹം പിൻകാലത്ത് സ്പോർട്സ് സയൻസ് പഠിക്കുകയും പിന്നീട് അണ്ടർ 18 ഹോട്ട്സ്പർ ടീമിനെയും അണ്ടർ 18 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെയും കോച്ച് ചെയ്യുന്നു. ജോസോ മൊറീനോയുടെ കാലത്ത് 2018 യുണൈറ്റഡിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചിങ് സ്റ്റാഫിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു. പിന്നീട് വന്ന യുണൈറ്റഡ് കോച്ചുകളുടെ കീഴിലും അദ്ദേഹം ഇതേ ജോലി അനുവർത്തിച്ചു പോകുന്നു. അങ്ങനെ കീറൻ മക്കീന 2021 ഡിസംബറിൽ ഇപ്സ്വിച്ച് എഫ്സിയുടെ ചുമതലയേൽക്കുന്നു. ആദ്യത്തെ ഹാഫ് സീസണിൽ വലിയ അത്ഭുതങ്ങളൊന്നും നടന്നില്ല. ക്ലബ് 11th ഫിനിഷ് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത സീസൺ 22-23 സീസൺ, കീറൻ മക്കീനയുടെ ഫസ്റ്റ് ഫുൾ സീസൺ, ക്ലബ് 101 ഗോളും 98 പോയിൻറ്റോടും കൂടി ലീഗ് 1ൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ടു ചാമ്പ്യൻഷിപ്പ്. കുറേ കാലത്തിന് ശേഷം ഇപ്സ്വിച്ച് ഫാൻസിന് ഒരു പുത്തൻ എനർജി നൽകിയൊരു സീസണായിരുന്നു അത്. കാരണം സീസണിൻ്റെ പകുതിക്ക് വെച്ച് ടോപ്പ് 2 സ്പോട്ടിൽ നിന്ന് താഴേക്ക് പോയ ക്ലബ്ബ് പിന്നീടൊരു 18 ഗെയിംസിൻ്റെ അൺബീറ്റൺ റണ്ണൊക്കെ നടത്തിയിട്ടാണ് തിരിച്ചു വരുന്നത് നമ്പർ 2 സ്പോട്ട് ക്ലെയിം ചെയ്യാനായിട്ട്. ചാമ്പ്യൻഷിപ്പ് സീസൺ 23-24 ലീഗ് 1ലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവരുതേ എന്നുള്ളതായിരിക്കും ഇപ്സ്വിച്ച് ഫാൻസിൻ്റെ എല്ലാം പ്രാർത്ഥന ആ സമയത്ത്. പക്ഷേ അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കീറൻ മക്കീനയുടെ ടീം പെർഫോം ചെയ്തത്. ലാസ്റ്റ് മിനിറ്റ് ഗോൾസ്, ഡ്രമാറ്റിക് കംബാക്സ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ 96 പോയിൻറ്റ്സ് നേടിക്കൊണ്ട് വെറും 6 മത്സരങ്ങൾ മാത്രം തോറ്റുകൊണ്ട് സൗത്താംപ്ടന് കീഴിൽ ഇപ്സ്വിച്ച് FC ടൗൺ തങ്ങളുടെ 2ാമത്തെ ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസ് നേടുകയായിരുന്നു. ലീഗ് 1ൽ നിന്ന് പ്രൊമോഷൻ നേടുന്ന ഒരു ടീം ഫസ്റ്റ് സീസണിൽ തന്നെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും പ്രൊമോഷൻ നേടി പ്രീമിയർ ലീഗ് പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല.
അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ ഞാനൊരു കണക്ക് പറയാം. പ്ലീമൗത്ത് ലീഗ് 1-ൽ ഇപ്സ്വിച്ച് ടൗണേക്കാൾ മേലെ ഫിനിഷ് ചെയ്ത ടീമാണ്. ചാമ്പ്യൻഷിപ്പ് ലീഗിൽ അവർ ഫിനിഷ് ചെയ്ത് ഇപ്സ്വിച്ച് ടൗണിനേക്കാളും 45 പോയിൻ്റ് താഴെയാണ്. ഷെഫീൽഡ് വെനസ്ഡേ ലീഗ് 1-ൽ ഇപ്സ്വിച്ച് ടൗൺ FC-നേക്കാൾ വെറും 2 പോയിൻ്റ് താഴെ മാത്രം ഫിനിഷ് ചെയ്ത ടീമാണ്. അവർ ചാമ്പ്യൻഷിപ്പ് ഫിനിഷ് ചെയ്യുന്നത് ഇപ്സ്വിച്ച് ടൗണിനേക്കാൾ 43 പോയിൻ്റ് താഴെയാണ്. 2012-ൽ സൗത്ത് ആംപ്ടന് ശേഷം ഇതാദ്യമായാണ് ഒരു ടീം ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസ് നടത്തി ലീഗ് 1-ൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നത്. യൂഷ്വലി പ്രീമിയർ ലീഗിൽ നിന്ന് റെലഗേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്ന ടീംസിനോട് കമ്പീറ്റ് ചെയ്യാനായി ലീഗ് 1-ൽ നിന്ന് വരുന്ന ടീംസിന് കഴിയാറില്ല. കാരണം പ്രീമിയർ ലീഗിൽ നിന്ന് വരുന്ന ടീമുകൾക്ക് ബെറ്റർ ഫിനാൻഷ്യൽ ബാക്കിംഗ് ആൻഡ് ബെറ്റർ ടീം സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനെ ഇപ്സ്വിച്ച് ടൗൺ FC നേരിട്ടത് സ്മാർട്ട് സൈനിങ്സിലൂടെയാണ്. ചെൽസിയിൽ നിന്ന് വന്ന ലോൺ പ്ലെയറായ അമാരി ഹച്ചിൻസൺ, നേതൻ ബ്രോഡ്ഹെഡ്, ജോർജ് ഹേസ്റ്റ് അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ ഓവർ സ്പെൻഡിങ് ഇല്ലാതെ തന്നെ ടീമിലേക്ക് എത്തിക്കാൻ കീറൻ മെക്കിനയ്ക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ക്ലബിലെ സീസൺ പ്ലെയേഴ്സായ കോണർ ചാപ്ലിനൊക്കെ വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് സീസൺ ഉടനീളം. പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ലീഫ് ഡേവീസ് എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക്. കഴിഞ്ഞ സീസണിലെ ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു ചാമ്പ്യൻഷിപ്പിലെ. ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡറും ഇയാൾ തന്നെയായിരുന്നു. 21 അസിസ്റ്റോളമാണ് ഈ കഴിഞ്ഞ സീസൺ മൊത്തം ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ പ്രീമിയർ ലീഗിൽ ആ ടാലൻറ്റ് എത്രത്തോളം വളരും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെ ക്ലബിലെ സീസൺ പ്ലെയേഴ്സായ കോണർ ചാപ്ലിനൊക്കെ വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് സീസൺ ഉടനീളം. പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ലീഫ് ഡേവീസ് എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക്. കഴിഞ്ഞ സീസണിലെ ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു ചാമ്പ്യൻഷിപ്പിലെ. ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡറും ഇയാൾ തന്നെയായിരുന്നു. 21 അസിസ്റ്റോളമാണ് ഈ കഴിഞ്ഞ സീസൺ മൊത്തം ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ പ്രീമിയർ ലീഗിൽ ആ ടാലൻറ്റ് എത്രത്തോളം വളരും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു വിഷയമാണ്. പൊസഷൻ ഫുട്ബോളിന് ഓവറായിട്ട് ആശ്രയിക്കാതെ ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രകൃതമാണ് കീറൻ മെക്കിനയ്ക്ക് കീഴിൽ ഇപ്സ്വിച്ച് FC ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് അത് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം മാറും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ടായി വരുന്ന ഏതൊരു ക്ലബിൻ്റെയും ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് സർവൈവലാണ്. കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടായി വന്ന 3 ക്ലബ്ബും അതേപോലെ തന്നെ സീസണിൻ്റെ അവസാനം റെലഗേറ്റായി തിരിച്ച് ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാണ് ഇപ്സ്വിച്ച് FC വരുന്നത് പ്രീമിയർ ലീഗിലേക്ക്. അതും 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ വരുന്നത്. സോ എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ടാറ്റിക്സുകൾ കൊണ്ടുവരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ബട്ട് ഒരു അറ്റാക്കിംഗ് കോച്ച്, അത് യങ് കോച്ച് പ്ലസ് അറ്റാക്കിംഗ് ഫുട്ബോൾ എപ്പോഴും ഒരു നല്ലൊരു മിക്സാണ്. സോ എല്ലാവരെയും പോലെ ഞാനും കാത്തിരിക്കുന്നു അവരെങ്ങനെയാണ് പ്രീമിയർ ലീഗ് ജയൻസിൻ്റെ കൂടെ അവർ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നല്ലൊരു റൺ തന്നെ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നേരുന്നു. ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ കണ്ടൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാം. ഇതേപോലുള്ള ഫുട്ബോൾ കണ്ടൻസ് ബാക്ക് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സൈഡ് ലൈൻ FC എന്ന് പറയുന്ന ഈ ചാനലിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊരു ഫസ്റ്റ് ഫേസാണ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. വി വിൽ ഇംപ്രൂവ് ഫ്രം ഹിയർ ഓൺ. നിങ്ങൾക്ക് ഇതേപോലത്തുള്ള ഫുട്ബോൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു സൈഡ് ലൈൻ FCയുടേത്. ഇതൊരു നല്ല തുടക്കമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സോ വി വിൽ ഇംപ്രൂവ് ഫ്രം ഹിയർ ഓൺ. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് അതിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസിലിടാം. ബിക്കോസ് ആസ് എ സ്റ്റാർട്ടർ ഐ എക്സ്പെക്ട് ലോട്ട് ഓഫ് ഡയറക്ഷൻസ് ഫ്രം യു ഗൈസ്. And thank you for watching this video and have a nice day.